വൈകിട്ട് പന്തളത്ത് നടക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പങ്കെടുക്കും എന്ന വാർത്ത വന്ന മണിക്കൂറാണ് കടന്നുപോകുന്നത്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തിയെ തുടർന്ന് കെ മുരളീധരൻ നേരത്തെ പങ്കെടുക്കില്ല എന്ന വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതൃത്വം അനുനയത്തിന് ഇടപെട്ടു എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ നേരമായി അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പന്തളത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം തൃശൂർ നഗരത്തിലേക്ക് എത്തും. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ചില അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവരുമായി സംസാരിച്ച ശേഷമായിരിക്കും ഈ യാത്ര തുടരുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. കെ മുരളീധരൻ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ വാഹനമാണ് കടന്നുപോയത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇതിൽ പ്രജിൻ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ മുതിർന്ന നേതാക്കളടക്കം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഫോൺ തീർത്തും ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ വാർത്തകൾ പുറത്തു വരുന്നു. ആ വാർത്തകൾ പുറത്തു വരുന്ന സമയത്തെല്ലാം തന്നെ കെ മുരളീധരൻ വിശ്രമത്തിലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ വാർത്തകൾ പുറത്തു വന്ന വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പിന്നീട് അദ്ദേഹം വിശ്രമം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ ഗൗരവം ധരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിന് ശേഷം മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ സമരരംഗത്തേക്ക് എത്തുന്നത് കോൺഗ്രസ് ആണ്. അതിനുശേഷം തുടർ സമരങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. ഒരു വേള ബി.ജെ.പി ക്കകത്ത് തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഇത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ബി.ജെ.പിക്ക് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിൽ പിന്നോട്ട് പോയി എന്ന വിമർശനം ബി.ജെ.പിയിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ബഹുദൂരം ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഈ മേഖലാ ജാഥകൾ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഒരു വൈകാരിക തലത്തിലേക്ക് അവതരിപ്പിക്കാനും അതിൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് ഉണ്ടാക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളെ തന്നെ ഈ ജാഥയുടെ ക്യാപ്റ്റന്മാരാക്കി കൊണ്ടുവരുന്നു. കെ മുരളീധരനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ കോൺഗ്രസ് അത്തരത്തിലൊരു ലക്ഷ്യം വെച്ചതാണ്. പക്ഷേ ഇതിന്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കെ മുരളീധരൻ വിട്ടുനിന്നാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിനടക്കം വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.